എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോമത്തപ്പെടുവാനാകട്ടെ. വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോട് പോകാനിരിക്കാൻ വലുവനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് വേദികളിൽ പറഞ്ഞതും എനിക്ക് വളരെ ഒരു ചിന്താനീയമായി തോന്നിയ ഒരു കാര്യം നിങ്ങളോടുകൂടെ പറയണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ ചിന്ത നിങ്ങളോടൊപ്പം കൊണ്ടുവരുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾക്ക് അനവധിയായിട്ടുള്ള ഭയങ്ങൾ നമ്മുടെ മനസ്സിലുള്ളതായിട്ട് ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചു. അതിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം, പല പോയിന്റ്സ് ഉണ്ടാവാം, അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ ക്രിസ്തീയ വിശ്വാസികളാണെങ്കിലും ഈ ക്രിസ്തീയ കോളത്തിലുള്ള അനേകർക്ക് ഈ ഭൂതം, പ്രേതം, പിശാച്, വാസ്തു, കൂടോത്രം, ശനി, രാഹുകാലം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഭയമുള്ള ആൾക്കാരുണ്ട്. ഈ ഭയമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ പലരും എപ്പിസ്കോപ്പിലും അല്ലെ പ്രൊട്ടക്ഷൻ സഭകളിലുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുന്നുണ്ടേ, അല്ലെങ്കിൽ രാഹുകാലം നോക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ജനന സമയം, നക്ഷത്രം, അല്ലെങ്കിൽ ശനിദശ, അല്ലെങ്കിൽ അങ്ങനെ ഗ്രഹനിലയും നക്ഷത്രങ്ങളുടെ ഇതുമൊക്കെ നോക്കുന്ന ഒരുപാട് ക്രിസ്തീയ വിശ്വാസികളുണ്ട്. കാരണം നമ്മൾ ഈ ഇന്ത്യൻ സംസ്കാരത്തിലൊക്കെ അല്ലെ കേരളത്തിൻ്റെ സംസ്കാരത്തിലൊക്കെ ഇതൊക്കെ അലിഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമ്മൾ ക്രിസ്തീയ വിശ്വാസികളും പല തലമുറകൾ കഴിഞ്ഞെങ്കിലും ഇതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഒരു ചരട്, ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. ഒരു വീട് വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സിവിൽ എഞ്ചിനീയർ ഒരു പ്ലാൻ വരച്ചാൽ തന്നെ അതിൻ്റെ വാസ്തുവിൻ്റെ കാര്യങ്ങൾ നോക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ റൂമുകളുടെ പൊസിഷന്, ബാത്റൂമിൻ്റെ പൊസിഷന്, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോസറ്റിൻ്റെ പൊസിഷൻ വരെ നോക്കി നമ്മൾ പല കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ ചിന്തയിൽ ഇത് ഭയം കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ ഇതോടൊപ്പം തന്നെ അനേകര് ഈ മന്ത്രവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ക്രിസ്തീയ വിശ്വാസത്തിന് പുറത്തുള്ള മന്ത്രവാദികളെയും അല്ലെ അങ്ങനെയൊക്കെയുള്ള ചില പ്രാർത്ഥനാ സ്ഥലങ്ങളിലൊക്കെ പോയി പല ക്രിയകൾ ചെയ്യുന്നതായിട്ടൊക്കെ അറിയാം. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇനി നമ്മുടെ വീടിന്റെ പരിസരത്തോ ഒരു പൂവോ ഒരു ചുവന്ന ചരടോ അല്ലെങ്കിൽ ഒരു കോഴിയുടെ തലയോ ഒരു മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടം വരച്ച ഒരു സാധനമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയാം. അപ്പം ഇതൊരു വലിയ ഭയം ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിലും കിടപ്പുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഒരു ഭയം, നമുക്ക് അനേകർക്കും ദൈവത്തോട് അല്ല ഒരു ആത്മീയ സന്തോഷത്തിൽ പോകാൻ പറ്റാത്ത ഒരു ഭയമാണ്. അനേകർ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ, പോരായ്മകൾ, പാപങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലാണ് തുടരുന്നത്. അവരുടെ ഭൗമിക മേഖലയിൽ അവർക്കൊരു രീതിയിലും ഒരു ആത്മീയ തൃപ്തിയോടെ അവർക്ക് തന്നെ അറിയാം, ഒരു ആത്മീയ സന്തോഷത്തിൽ എനിക്ക് തുടരുവാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ പ്രവർത്തന മേഖല, എൻ്റെ സ്വഭാവം ഒക്കെ ഇതിലാണ് തുടരുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പൊക്കോളാം. അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് വരുവാൻ കൊണ്ട് അവർക്കൊരു ഭയം ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരുടെ പാപാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അവരുടെ മനസ്സിലും ഒരു ആഗ്രഹമുണ്ട് ദൈവത്തോട് ആത്മീയ സന്തോഷത്തോടൊക്കെ ജീവിക്കണമെന്ന്. പക്ഷേങ്കിൽ ഈ പാപത്തിൻ്റെ കെട്ടുപാടിൽ കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നെ പെട്ടുപോയി, എനിക്കിതിൽ നിന്നൊരു മടക്കമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് പലരും അങ്ങനെ തുടരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും നമുക്ക്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ശീമോന്റെ ഭവനത്തിൽ വരുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിന്റെ പാദത്തിലിരിക്കുകയും കാല് കഴുകുകയും കരയുകയും മുടി കൊണ്ട് തന്റെ പാദം തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ശീമോനൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ പാപിയായിട്ടുള്ള സ്ത്രീ വന്ന് നിന്നെ തൊട്ടിട്ട് പോലും നീ അറിയുന്നില്ലയോ? നീ ഏത് രീതിയിലുള്ള പ്രവാചകനാണ്? ഒരു പാപിയാണ് നിന്നോട് വന്ന് തൊടുന്നത് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, 500 ഇളച്ച് കിട്ടിയവനാണോ അതോ 50 ഇളച്ച് കിട്ടിയവനാണോ
ഈ യജമാനനോട് ഏറ്റവും സ്നേഹിക്കുക. അപ്പോൾ ആ സ്ത്രീ വന്നിരുന്ന് കരയുന്നത് അവളുടെ പാപത്തിൽ നിന്നുള്ള ആ വിടുതൽ, അല്ലെ കർത്താവിൽ നിന്ന് അവൾക്ക് സമാധാനം പ്രാപിച്ചതുകൊണ്ടാണ് അവൾ കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് കരയുന്നത്. അപ്പോൾ ശീമോൻ തന്നെ പറയുന്നുണ്ട്, അധികം ഇളയിച്ച് കിട്ടവൻ കർത്താവിനെ അധികം സ്നേഹിക്കും. അപ്പൊ നമുക്കും അവിടെ ഒരു വലിയ വകയുണ്ട്. നമുക്ക് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ, നമ്മളെ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, ഒരുപക്ഷെങ്കിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ, പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെങ്കിൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ദൈവം നമ്മുടെ ഒരു മടങ്ങി വരവിന് വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ആ കടുംചുവപ്പായിട്ടുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മടങ്ങി വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വലിയ കടങ്ങൾ എഴുതി തള്ളുവാൻ, മറയ്ക്കുവാൻ, നമ്മളോട് പൊറുക്കുവാൻ കർത്താവ് റെഡിയാണ്. അവന്റെ രക്തം നമ്മളെ വീണ്ടും, അല്ലെ നമ്മുടെ പാപങ്ങളെ ഒക്കെ കഴുകി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമുക്കായിട്ടുണ്ട്. നമുക്ക് വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മളോട് കരുണ കാണിപ്പാൻ തക്കവണ്ണം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ഏത് നിമിഷത്തും ഈ പാപത്തിന്റെ ബാഹുല്യത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാതെ കർത്താവിലേക്ക്, അല്ലെങ്കിൽ അതൊരു ഭയമാക്കി വെച്ചോണ്ട് നിൽക്കാതെ കർത്താവിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അവസരമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. കർത്താവ് അത് നോക്കിയിരിക്കുകയാണ്. ആ വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാൻ പറ്റും. എന്നാൽ അടുത്ത ഒരു കാറ്റഗറിയാണ് നമ്മൾ മെജോറിറ്റി ആയിട്ടുള്ള ഒരു ക്രിസ്തീയ വിഭാഗം ഉണ്ട്. നമ്മൾ കർത്താവിനെ അറിഞ്ഞു, ദൈവമക്കളായിട്ടൊക്കെ പിന്നെ ആത്മീയമായിട്ട് സന്തോഷത്തിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ആരാധനയ്ക്ക് പോകുന്നു. നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയുടെ കൂട്ട് അല്ലെങ്കിൽ പാപത്തിൽ തുടരുന്നില്ല, അല്ലെ അങ്ങനെയൊക്കെ ഒരു നല്ല രീതിയിൽ ആത്മീയ സന്തോഷത്തോടെ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ സമയം, അവരുടെ ആരോഗ്യം, അവരുടെ സമ്പത്ത്, അല്ലെ അവരുടെ പ്രവൃത്തികളൊക്കെ അവർ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാകാം. പക്ഷെങ്കിൽ നമ്മൾ അനേകർ ഈ കാറ്റഗറിയിലുണ്ട്. പക്ഷെങ്കിൽ അവരെല്ലാം നമ്മൾ കാണുന്നത് പോലെ വേണമെങ്കിൽ നമുക്കൊക്കെ പറയാം, നമ്മൾ ആരെയും വിധിച്ചു പറയുകയില്ല. എന്നാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്, വലിയൊരു ശതമാനം അങ്ങനെ ആൾക്കാരുണ്ട്. ഒരു പൊത്തുവരുത്തത്തിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പലരോടും നമ്മൾ സംസാരിക്കുന്നുണ്ടേ, അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. കൂടുതൽ ഈ ആത്മീയമായിട്ട് ആവേശം കാണിക്കാനും ദൈവത്തോട് അടുത്തും ഒക്കെ നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പലരുടെയും ജീവിതത്തിൽ ഒരു വാണിംഗ് പോലെ പലരും കൊണ്ടുനടക്കുന്നുണ്ട്. അവർ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഒരുപക്ഷെ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകും, എല്ലാ മീറ്റിങ്ങുകൾക്ക് പോകും. എന്നാൽ അവർ ഒരു പടി കർത്താവിനോട് അടുക്കുവാൻ തക്കവണ്ണം പഠിക്കുന്നവരാണ്. കാരണം ഇത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസികളുടെ ഒക്കെ മനസ്സിലുള്ള ഒരുപാട് ചിന്തയുണ്ട്. ഇപ്പം ഏദൻ തോട്ടത്തിൽ വെച്ച് മുതൽ നോക്കിയാൽ തന്നെ ആദാവും പാപം ചെയ്തപ്പോൾ തന്നെ കർത്താവ് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവിടെ തന്നെ കർശന സ്വഭാവമുള്ള ഒരു ദൈവത്തെ നമ്മളിവിടെ കാണുകയാണ്. അത് കഴിഞ്ഞ് പഴയ നിയമങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ടേ, കർത്താവ് വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല രീതിയിലും അനേകരോട് ഇടപെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ആ ഉദാഹരണം, ദൈവം മോശയ്ക്ക് അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം സീനായ് മലയിൽ വരുന്ന ആ അവസ്ഥയിൽ നമുക്ക് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സീനായ് മലയിലെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നപ്പോൾ അവിടെ നമ്മൾ എന്താ കാണുന്നത്? യഹോവ, അതിന് 19-18 വാക്യം, യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങുവാൻ അത് മുഴുവൻ പുക കൊണ്ട് മൂടി, അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. അപ്പോൾ അതിന് താഴെ 21-ാം വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ, ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കുക. അതിനു മുമ്പുള്ള 12-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ആരും ഈ സീനായ് മലയോട് അടുത്തു വരുത്, അതിന്റെ താഴ്വരയെ പോലും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് അമർച്ചയായിട്ട് അവർക്ക് കൽപ്പന കൊടുത്തേക്കുക. ദൈവ സാന്നിധ്യത്തിനോട് അടുക്കുവാൻ കഴിയാതെ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു ജനതതി. അതുപോലെ തന്നെ പല ഉദാഹരണങ്ങൾ പഴയ നിയമത്തിലുണ്ട്. നമ്മൾ ന്യായാധിപന്മാർ പുസ്തകത്തിൽ
6-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ടേ. ഗിദെയോനുമായിട്ട് ദൈവദൂതൻ വന്ന് ഇടപെടുമ്പോൾ ഗിദെയോൻ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്, ഞാൻ ദൈവദൂതനോടാണോ സംസാരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗിദെയോൻ, അയ്യോ ഞാൻ മരിക്കും, ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവദൂതനെ കണ്ടു എന്ന് പറഞ്ഞു. അതുപോലെയൊക്കെയാണ് ശിംശോന്റെ കാര്യത്തിൽ വരുമ്പോൾ 13-ാം അധ്യായത്തിൽ വരുന്നുണ്ടേ നമുക്ക് കാണാം, ശിംശോന്റെ മാതാപിതാക്കൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ദൈവദൂതനെക്കൊണ്ട് ഇടപെട്ടു, കണ്ടു, ഞങ്ങൾ നിശ്ചയമായിട്ട് മരിക്കും എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം ഈ കാരണങ്ങളൊക്കെ നമ്മൾ ഈ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു വലിയ ഭയം, ക്രിസ്തീയ വിശ്വാസികളുടെ ഭയത്തിൽ കിടപ്പുണ്ട്. ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മളൊരു പൊത്തോരുത്തത്തിൽ അങ്ങ് പോയാൽ മതി. അതുകൊണ്ടാണ് അനേകര് ഈ കൂടുതൽ കർത്താവിനോട് അടുത്തു വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്താ കാര്യം, നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുത്ത് വന്നാൽ നമുക്ക് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എന്താ കാണുന്നത്, മേരി മറിയയോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുമ്പോൾ അതിന് 26-35 വരെ വാക്യങ്ങൾ പറയുന്നുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ്. കർത്താവിന്റെ വലിയ കൃപ ലഭിച്ച മറിയയ്ക്ക് അവിടെ ഒരു ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ടായെങ്കിലും എന്നാൽ ആ യുവതിയായിട്ടുള്ള മറിയ ഗബ്രിയേൽ മാലാഖയോട് വളരെ നന്നായിട്ട് സംവദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ നമുക്ക് കൃപ ലഭിച്ചവരാണെങ്കിൽ നമ്മൾ ഈ ദൈവ സാന്നിധ്യത്തെ പറ്റിയോ അല്ലെ ദൂതന്മാരെ പറ്റിയോ അല്ലെ ദൈവത്തെ പറ്റിയോ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമുക്കറിയാം, നമ്മൾ പിന്നെ ഇതല്ലാതെ തന്നെ നമ്മൾ അനേക മിഷണറിമാരുടെയും അല്ലെ അപ്പോസ്റ്റലന്മാരുടെയും ഒക്കെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കറിയാം, ഇവരൊക്കെ കർത്താവിനോട് അടുത്ത് ജീവിച്ചത് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ അനവധിയായിട്ടുള്ള പ്രതിസന്ധികൾ നേരിട്ടതായിട്ടൊക്കെ നമുക്കറിയാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. മനസ്സിലായോ? ആ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ ഈ ആദ്യത്തെ കർത്താവിന്റെ മക്കളായിട്ട് വീണ്ടും ജനിച്ച് ശിശുക്കളായിട്ട് ഇങ്ങനെ അങ്ങ് തുടരുന്ന അവസ്ഥയിലാണ്. നമ്മൾ അതിൽ നിന്നൊരു പടി അടുത്തു വരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആ ലെവലിലേക്ക് വന്ന് ദൈവമക്കൾ എന്നുള്ള പ്രിവിലേജ് നമുക്ക് എൻജോയ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. പിന്നെ എന്തുവാ, നമ്മുടെ മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. റോമാലേഖനം 8:17 എന്താ പറയുന്നത്, നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. നമ്മൾ വീണ്ടും ജനിച്ചു മക്കളായി. എന്നാൽ നമുക്കുള്ള പ്രിവിലേജസ്, അവകാശങ്ങളിലൊക്കെ ഒന്ന് നേടിയെടുക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അതിനപ്പുറമായിട്ടൊക്കെയുള്ള ഈ മക്കളും അവകാശികളും ഒക്കെ ആയതിനു ശേഷമുള്ള വലിയ വലിയ കാര്യങ്ങളാണ് കർത്താവിനെ പറ്റി സാക്ഷിക്കുക. നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത്, നമുക്ക് കർത്താവിനെ പറ്റി ഒരാളോടൊരു എനിക്ക് ദൈവം ഇത് വലിയ ചെയ്തു, ഇതെൻ്റെ ജീവിതത്തിന് സാക്ഷ്യമാണെന്ന് പറയാൻ പോലും നമുക്ക് മടിയാണ്. നമ്മുടെ ജോലി മേഖലകളിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ അയൽവക്കക്കാരുടെ മധ്യത്തിൽ ഒന്നും ഞാനൊരു ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവമകളാണെന്ന് നമ്മൾക്കൊരു സാക്ഷ്യം പോലും പറയാൻ മടിയാണ്. ഞാനിതെന്തിനാ പറഞ്ഞത്, അതൊരു അടുത്ത ലെവൽ ഓഫ് ക്രിസ്ത്യൻ ലൈഫാണ്. അതിലേക്ക് നിങ്ങൾ എത്തിയില്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു ലെവലിലേക്കെങ്കിലും നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിന് മേപ്പോട്ട് പോകണ്ടെന്നല്ല പറഞ്ഞേ. നിങ്ങളുടെ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദൈവമകനായിട്ട് ദൈവമകളായിട്ട് ഒരു എരിവുള്ള ഒരു ക്രിസ്തീയ ദൈവപൈതലായിട്ട് ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതിസന്ധികൾ വരും എന്നുള്ള ഭയം നിങ്ങളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ ലെവലിലേക്ക് വരുന്നില്ല, മാറി നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കർത്താവിനെ സാക്ഷിക്കാൻ തുടങ്ങുന്ന ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഇതിനും മേലെയുള്ള ഒരു ലെവലാണ്. അവിടെയാണ് നിങ്ങൾ മിഷണറിമാരുടെയും ദൈവദാസന്മാരുടെയും അല്ലെ അപ്പോസ്തലന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ നിങ്ങൾ കാണുന്നത്. പക്ഷേങ്കിൽ നമുക്കറിയാം, നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഒരു സീക്രട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ അതിന്റെ 41-41 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് കർത്താവിന് വേണ്ടി അടി ലഭിച്ചതും അപമാനം സഹിക്കുവാൻ കഴിഞ്ഞതും ഓർത്തവൾ അവർ വളരെ സന്തോഷിച്ച് മടങ്ങിപ്പോയി. മനസ്സിലായോ? ഇത് നമ്മൾ ഈ സാധാരണ ലെവലിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി ഉള്ള ഒരു ലെവലല്ല. മനസ്സിലായോ? ദേ ആർ റിജോയ്സിങ് ഇൻ ദ പെർസിക്യൂഷൻ. മനസ്സിലായി? അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവം ആ ലെവലിലേക്ക് വിളിക്കുന്നുള്ളൂ. ആ ലെവലിലേക്ക് വളരുന്നവരെ മാത്രമാണ് ദൈവം ആ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ലെവലിലുള്ളവര് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് അവരുടെ ഒരു പ്രിവിലേജ് ആയിട്ട് സന്തോഷമായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ ആ ലെവലിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വളരുവാനിടയാകട്ടെ. പക്ഷെങ്കിൽ എന്നാൽ അതിന് മുമ്പേ ഉള്ള ചില ലെവലുണ്ട്. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-8 വാക്യത്തില് എന്താ പറയുന്നത്, നിങ്ങൾ കർത്താവിലേക്ക്
അടുത്തു വരുവിൻ. നിങ്ങൾ അവനെങ്കിലേക്ക് അടുത്തു വന്നാല് 4:8 ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെന്നാല് ദൈവം നമ്മളോട് അടുത്തു വന്ന് നമുക്കൊരു ആത്മീയ കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ആ ശിശുവിൻ്റെ ശൈശവ അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പൊത്തുരുത്ത ക്രിസ്ത്യാനി, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അല്ല ഒരു ശീതോഷ്ണവാനായിട്ടുള്ള ഒരു ചർച്ച് ഗോയിങ് ക്രിസ്ത്യൻസ്, നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളിലും പോയി പങ്കെടുത്ത് കുറച്ച് പൈസ ഒക്കെ കൊടുത്ത് എല്ലാ മീറ്റിങ്ങുകളിലൊക്കെ പോയി ഇങ്ങനെ പോകുന്ന ലെവലിൽ നിന്ന് നമുക്കൊരു തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനി ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, അല്ലെ പ്രാർത്ഥനയ്ക്ക് പോകണം, അല്ല ചില ശുശ്രൂഷകളിലും നമ്മൾ പങ്കെടുക്കും. ചില ശുശ്രൂഷകൾക്കൊക്കെ നമ്മൾ ലീഡറായിട്ടൊക്കെ നിൽക്കും, ആരാധനയ്ക്ക് വേണേൽ ലീഡറായിട്ട് നിൽക്കും, പാട്ട് പാടാൻ ലീഡറായിട്ട് നിൽക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ ആ ശൈശവ അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓർത്തു പോകണം. അവിടെ ആ രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മീയമായിട്ടുള്ള സന്തോഷം, മക്കളെന്നുള്ള ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയത്തില്ല. ആ പ്രിവിലേജസ് നമ്മുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മൾക്ക് വചനത്തിൽ സന്തോഷിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇതൊരു ക്ലിയർ എക്സാമ്പിളാണ്. നമുക്ക് വചനം പഠിക്കുവാൻ, അത് ധ്യാനിക്കുവാൻ, വചനത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ നമ്മൾ കഴിയുന്നില്ല. അതുകൊണ്ട് അനേകം ബൈബിൾ സ്റ്റഡിക്ക് അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത്, വചന ശുശ്രൂഷ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്, പ്രാർത്ഥിക്കുവാൻ ഇഷ്ടമില്ലാത്തത്, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇഷ്ടമില്ലാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു ലെവലിലേക്ക് മക്കൾ ദൈവമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. നമ്മൾ ആ താഴത്തെ ലെവലിൽ തന്നെ നിൽക്കുക. ദൈവവുമായിട്ടൊരു പേഴ്സണൽ കൂട്ടായ്മ ബന്ധത്തിൽ വളരാതെ നമ്മൾ നിന്ന് പോയാൽ നമ്മുടെ ജീവിതം ഇങ്ങനെ അവസാനിക്ക് പോകും. നമുക്ക് 40-ആയി, 50-ആയി, 60-ആയി, 70-ആയി, 80-ആയി, 85 ആയാലും ദൈവവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നിട്ട് ആ കൂട്ടായ്മ ബന്ധം അനുഭവിച്ച് മക്കളൊന്നുള്ള പദവി അനുഭവിക്കുവാൻ, ആ പ്രിവിലേജസ് അനുഭവിക്കാൻ നമുക്ക് കഴിയണം. ഈ അനുഭവത്തിലേക്കെങ്കിലും മിനിമം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ എല്ലാവിധ അനർത്ഥങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഓർത്ത് നമുക്ക് ഈ പ്രയാസവും ടെൻഷനും ഒന്നും ഇല്ലാതിരിക്കും. നമുക്ക് വാസ്തു നോക്കിയില്ലാലും കുഴപ്പമില്ല, രാഹു നോക്കിയില്ലാലും കുഴപ്പമില്ല, പിശാചിനെയും പേടിയില്ല, മന്ത്രവും പേടിയില്ല, ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയും. എൻ്റെ ജീവിതമായിട്ട് സാക്ഷി പറയുവാണെങ്കിൽ, ഞാൻ ഇത്രയും വർഷമായിട്ട് രാഹുകാലം നോക്കിയിട്ടില്ല, വാസ്തു നോക്കിയിട്ടില്ല, ഒരു മന്ത്രവാദവും കൂടോത്രവും ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോ അല്ല എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിലോ ഒന്നും യാതൊരു പ്രയാസം വന്നിട്ടില്ല. ഞങ്ങൾ ഇതൊന്നും നോക്കിയിട്ടില്ല, നമുക്ക് യാതൊരു പ്രയാസവും വന്നിട്ടില്ല. എന്നാൽ ഇന്നും ഇപ്പൊ പുതിയ തലമുറയിലുള്ളവർ പോലും, എന്നെക്കാളൊക്കെ ഇളയ ആൾക്കാർ പോലും ഇതൊക്കെ ഇതൊക്കെ പെട്ടു പോകുന്നതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് ദൈവമായിട്ടൊരു കൂട്ടായ്മയില്ല. നമ്മൾ ഈ വാക്യം പോലും നമുക്ക് ക്ലെയിം ചെയ്യുവാൻ നമുക്ക് അറിയില്ല. നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വാക്യമാണല്ലോ 91-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നമ്മുടെ വീടുകളിലൊക്കെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഈ വാക്യം നമുക്കൊന്ന് ക്ലെയിം ചെയ്യുവാൻ പോലും അനേക ക്രിസ്തീയ വിശ്വാസികൾക്ക് കഴിയുന്നില്ല. നമുക്ക് ഭയമാണ്. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് പറയുന്നത്, ഒരു ബാധയും നിന്നെ ബാധിക്കുകയില്ല എന്നുള്ള വാക്യം നമുക്കൊന്ന് ക്ലെയിം ചെയ്യുവാൻ, ഞാൻ മകനാണ്, മകളാണ്, ഒരു ബാധയും ഒരു ഈവിൾ ഫോഴ്സസും എന്നോട് അടുക്കുകയില്ല, ഒരു ദുഷ്ടശക്തിയും എന്നോട് അടുക്കുകയില്ല, ഒരു പോരാട്ടങ്ങളും എന്നോട് അടുക്കുകയില്ല, എൻ്റെ കുടുംബത്തോട് എൻ്റെ കുഞ്ഞുങ്ങളോട് അടുക്കുകയില്ല എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ താഴത്തെ ലെവലിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ മക്കളെന്നുള്ള ലെവലിൽ നിന്ന് ഒരു പടിയൊന്നും ഉയർന്ന് ദൈവത്തോട് അടുത്ത് ചെന്നിട്ട് ദൈവം നമ്മളോട് അടുത്ത് വന്നിട്ട് ഒരു കൂട്ടായ്മ ബന്ധത്തിൽ നമുക്ക് ആത്മീയജീവിതം കൊണ്ടുപോകാൻ കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഇന്ന് ഈ കാണുന്ന ആത്മീയ നിലവാരം മാറും. നമ്മുടെ പ്രിയ ദൈവമക്കളെ, എൻ്റെ സാക്ഷ്യം കൂടെയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭയങ്ങൾ ദൈവം നിങ്ങളെ പ്രയാസപ്പെടുത്തും എന്നുള്ള യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലല്ലേ പറയുന്നത്, ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ദൈവം ഇരിക്കുന്നത്. അല്ലാതെ കർത്താവിന് വേണ്ടി കഷ്ടം ഏറ്റെടുക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അത് വേറെ ലെവലാണ്. നിങ്ങൾക്ക് ആ ലെവലിലേക്ക് വരുവാൻ കഴിയുമെങ്കിൽ വരട്ടെ. പക്ഷേങ്കിൽ ദൈവം നമ്മളെ നമുക്കെല്ലാ നന്മകളും സന്തോഷവും സമൃദ്ധിയും സമാധാനവും നൽകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ താഴെ ലെവലിൽ കിടന്ന് നമ്മളിങ്ങനെ വലിയുന്നത് കൊണ്ടാണ്, ഒളിച്ചോടി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ റിയൽ ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്തത്. എന്നാൽ നമ്മൾ അധികം വിളച്ചു കിട്ടിയവനെ പോലെ സന്തോഷിപ്പാൻ, ദൈവസന്നിധിയിൽ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കോണം, ആ സ്പിരിച്വൽ പ്രിവിലേജസ് എൻജോയ് ചെയ്ത് ക്ലെയിം ചെയ്ത് ജീവിപ്പാൻ തക്കോണം വലിയ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.